ഹായ് ഹലോ. അപ്പോൾ ദേ എൻ്റെ വീട്ടിൽ നിന്നും രഞ്ജിത്തേട്ടൻ്റെ വീട്ടിൽ നിന്നുമൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. രാഹു പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പോകുന്നു. അപ്പോൾ ദേ കാര്യം കണ്ടല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ദേ ഇല്ലേ, ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ് കേട്ടോ. നേരത്തെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കുറേ ബലൂണും കുറേ ഇതുമൊക്കെ വെച്ചായിരുന്നു. ഡെക്കറേഷൻ കാര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എന്തിനാ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും, ഒരു കുഞ്ഞ് കേക്കും മേടിച്ച് അത് മുറിച്ചാൽ പോരെ, ബാക്കിയുള്ള ഇതിന് നമുക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഒരു ചെറിയ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത്. പിന്നെ ഫാമിലിയിൽ എല്ലാവരും കൂടി ചേരുമ്പോഴേക്കും ഉള്ള ഒരു സന്തോഷം അതൊന്ന് വേറേത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കുഞ്ഞുമായിട്ടൊക്കെ. പിന്നെ ഞങ്ങളുടെ അച്ഛനൊരു കുഴപ്പമുണ്ട്, ഇളയവനെ മാത്രമല്ല മൂത്തവനെ അങ്ങ് ഇതാക്കും. അത് എല്ലാ വീടുകളിലും അങ്ങനെയാണല്ലോ. മൂത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു പ്രത്യേക ഒരു പരിഗണന കൊടുത്തേക്കുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും. അങ്ങനെ ഞാൻ എൻ്റെ വകയായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തു. ഏറ്റവും കൂടുതൽ എൻ്റെ മകന് ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ കാറെന്ന് പറയുന്നത്. അതും വലിയതൊന്നും വേണ്ട, ആൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം മതി. ആ ചെറിയ കാറ് കിട്ടാൻ നേരത്തുള്ള ഒരു സന്തോഷം കാണാൻ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അത് വാങ്ങുമ്പോൾ 2 പേർക്കും ഒരേപോലത്തെ ആയിരിക്കും ഞാൻ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ ദേ ഒരു കാറ് ഞാനും കൊടുത്തു, ഒരു കാറ് അച്ഛനും കൊടുത്തു. അച്ഛൻ്റെ വകയായിരുന്നു കേക്ക് കാര്യങ്ങളും എല്ലാം. അപ്പോൾ ദേ രാഹുവിൻ്റെ വകയായിട്ട് ഒരു ചെറിയ കാറ് കൊടുത്തു കേട്ടോ. ചെറിയ കാറെന്ന് എടുത്തു പറയുന്നത് വേറൊന്നുമല്ല, അവർ കുഞ്ഞു കാറുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ഒരേ മോഡൽ, അവന് പച്ച കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അപ്പം ആ രീതിയിലുള്ള കാറാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ആ കാറ് കൊടുക്കാൻ നേരത്തൊക്കെ അപ്പാടെ വണ്ടിയും പിടിച്ചണ്ട ഏറ്റവും കൂടുതൽ നിന്നത്. ഞാനന്നേരം ചോദിക്കേണ്ടി വൈദ്യുപൊന്നിന് അമ്മച്ചിയുടെ കാറൊന്നും ഇഷ്ടപ്പെട്ടില്ലേ. അവൻ ആ കയ്യിൽ ഒതുങ്ങുന്ന കാറ് പിടിച്ചിട്ടുള്ള കളിയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവൻ ആ കാറ് പിടിച്ചിട്ടുള്ള കളിയും നല്ല രസമായിരുന്നു. ബൈ ബൈ, സീ യു.